തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPM BJP ഡീലുണ്ടെന്ന ആരോപണവുമായി ചെമ്പഴന്തി ലോക്കൽ കമ്മിറ്റി അംഗം ആനി അശോകൻ. കടകംപള്ളി സുരേന്ദ്രനാണ് കരുനീക്കങ്ങൾ നടത്തുന്നതെന്നും ആനി മീഡിയ വണിനോട് പറഞ്ഞു. ഒന്നല്ല രണ്ട് ചങ്കാണ് നമ്മുടെ പിണറായി വിജയൻ അല്ലേ. ഞാനൊക്കെ മുമ്പ് ആലോചിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഈ രണ്ട് ചങ്ക് എന്ന് പറയുന്നത്. ഈ രണ്ട് ചങ്കില്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ പറ്റൂല എന്നൊക്കെ ആലോചിച്ച് പോയിട്ടുണ്ട്. നമ്മളൊക്കെ ഒരു ചങ്കിന്റെ ആൾക്കാരല്ലേ. പിന്നെയാണ് കുറെ കാര്യങ്ങൾ നമ്മളിങ്ങനെ ഓരോ സമയവും സന്ദർഭവും കണ്ട് നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കി. ഇങ്ങേരുടെ ഒരു ചങ്ക് അങ്ങ് കേന്ദ്രത്തിലും ഒരു ചങ്ക് നമ്മുടെ കേരളത്തിലുമാണ്. ഈ രണ്ട് ചങ്കും കൂടെ ഇല്ലായിരുന്നെങ്കിൽ എന്നെ ഇങ്ങനെയൊക്കെ പൊക്കി ജയിലിലിട്ട് പോയേനെ എന്നുള്ളൊരു അവസ്ഥയാണ്. അല്ലെങ്കിൽ പുള്ളിയുടെ മകനെയും മകളെയും മരുമകനെയും ഒക്കെ പല ജയിലുകളിൽ മാറി നമ്മൾ കാണേണ്ടി വന്നേനെ. കാരണം ഈ രണ്ട് ചങ്കുകളിലാണ് ഇദ്ദേഹം മൊത്തം കാര്യങ്ങൾ കൺട്രോൾ ചെയ്ത് പോകുന്നത്. ഇതിലേതെങ്കിലും ഒന്ന് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ആ പാവത്തിന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അതുകൊണ്ട് കുറ്റം പറയാനൊന്നും ഞാനില്ല. പക്ഷേ ചില കാര്യങ്ങൾ ഇപ്പം പറയണം തോന്നിയോണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. നിങ്ങൾ കൊങ്ങീന്നോ എന്താ പറയുക മൂരീന്നോ, ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്നെ സംഗീതം വരെ വിളിക്കും, അത് പോട്ടെ, കുഴപ്പമില്ല. പക്ഷേ നമ്മൾ മുമ്പിൽ കാണുന്ന ചില കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിൽ അർത്ഥമില്ലാണ്ടായി പോകും. ഏറ്റവും തുടക്കത്തിൽ പല കാരണങ്ങൾ വന്നു, അതൊക്കെ തട്ടിത്തിരിഞ്ഞ് അവസാനം ഈ PM ശ്രീ വരെ എത്തിയ സമയത്താണ് പല കാര്യങ്ങളും ഈ രണ്ട് ചങ്കിൻ്റെ ഒരു എഫക്റ്റ് എത്രത്തോളം എനിക്ക് മനസ്സിലായത്. ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു. ആ വീഡിയോ ഇതായിരുന്നു. അതായത് ഇപ്പം നമ്മുടെ പല സ്ഥലങ്ങളിലും ഇനിയിപ്പം ഇലക്ഷൻ വരാൻ പോവാണ്. നമ്മുടെ ലോക്കൽ ബോഡി ഇലക്ഷൻ വരുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും BJP അല്ലാതെയും അല്ലെങ്കിൽ LDF അല്ലാതെയും CJP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടി തന്നെ ഈ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഈ CJP പാർട്ടി വെച്ചിട്ട് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വല്ലാത്തൊരു ഇരട്ടച്ചങ്കിന്റെ ബന്ധം അവിടെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള പല ആളുകൾ ഇത് വന്ന് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞത് ഇതാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPM BJP ഡീലുണ്ടെന്ന ആരോപണവുമായി ചെമ്പഴന്തി ലോക്കൽ കമ്മിറ്റി അംഗം ആനി അശോകൻ. കടകംപള്ളി സുരേന്ദ്രനാണ് കരുനീക്കങ്ങൾ നടത്തുന്നതെന്നും ആനി മീഡിയ വണിനോട് പറഞ്ഞു. കൊല്ലം കോർപ്പറേഷനിൽ സീറ്റ് ചർച്ച പൂർത്തിയാക്കാൻ LDFന് കഴിഞ്ഞിട്ടില്ല. ആലപ്പുഴ രാമങ്കരയിൽ CPM-CPI തർക്കം രൂക്ഷമാണ്. CPM-നെ വെട്ടിലാക്കുന്നതായിരുന്നു ലോക്കൽ കമ്മിറ്റി അംഗം ആനി അശോകന്റെ ആരോപണം. കോർപ്പറേഷനിലെ ധാരണയ്ക്ക് പ്രത്യുപകാരമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP കടകംപള്ളിക്ക് വോട്ട് നൽകും. കടകംപള്ളി സുരേന്ദ്രനാണ് ഇവിടുത്തെ MLA. അപ്പോൾ ആ സഖാവ് കഴിഞ്ഞ കാലങ്ങളിൽ ഇതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം കോർപ്പറേഷനിൽ ഈ ചെമ്പഴന്തി ഈ കഴക്കൂട്ട ഏരിയക്കകത്തുള്ള പൗടിക്കുളം, ചെല്ലമംഗലം, ചെമ്പഴന്തി വാർഡുകളെല്ലാം ഈ അന്തർധാരയുടെ ഭാഗമായിട്ടാണ് BJPക്ക് പോവുകയും അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം മത്സരിക്കുമ്പോൾ നല്ല വോട്ട് കിട്ടുകയും ജയിക്കുകയും ചെയ്തത്. ഏതായാലും ആനിക്ക് ഇത് പറയാൻ തോന്നിയത് വളരെ നന്നായി. കാരണം ഈ BJP വളരെ ധൈര്യത്തോടു കൂടിയും വളരെ സ്പഷ്ടതയോടു കൂടിയും പറയുന്ന ഒരു കാര്യമുണ്ട്. അടുത്ത വട്ടം തിരുവനന്തപുരം കോർപ്പറേഷൻ ഞങ്ങൾ എടുക്കും, ഞങ്ങൾ അടിച്ചിരിക്കും, ഞങ്ങൾക്കത് കിട്ടിയിരിക്കും. ഇത്രയും വലിയൊരു കോൺഫിഡൻസ് കാണുമ്പോൾ നമ്മളും വിചാരിച്ചു എന്തുകൊണ്ട് അത്ര കോൺഫിഡൻസ്, അല്ലെങ്കിൽ അവിടെ കുറച്ച് വോട്ട് ശതമാനം കൂടുതലുള്ളത് കൊണ്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതല്ല അതിന് സത്യം. നമ്മുടെ കടകംപള്ളി സുരേന്ദ്രേട്ടനും ബാക്കിയുള്ള എല്ലാ ടീമും കൂടെ അവിടെ എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തു കൊടുത്ത് എങ്ങനെയെങ്കിലും അവിടെ BJPനെ കോർപ്പറേഷൻ ഏൽപ്പിക്കും എന്നുള്ള കാര്യമാണ് ഇവിടെ വ്യക്തമായി. ഇനി അതല്ല, ഈ പറഞ്ഞ തിരുവനന്തപുരത്ത് മാത്രമല്ല പല സ്ഥലങ്ങളിലും, അതായത് ഞങ്ങൾ 10 കൊല്ലം ഭരിച്ചു മുടിച്ചിട്ടുണ്ട് ഈ സ്ഥലങ്ങൾ. അതുകൊണ്ട് തന്നെ ഇനി ഞങ്ങൾക്ക് പല സ്ഥലങ്ങളിലും കിട്ടാനുള്ള ഒരു ചാൻസും ഇല്ല. അതല്ലെങ്കിൽ ഞങ്ങളുടെ കോംറേഡ്സ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവൻ വരെ കൊടുക്കാൻ റെഡിയായി നിൽക്കുന്ന ചില പാർട്ടി ഗ്രാമങ്ങളിൽ അല്ലാത്ത സ്ഥലങ്ങളിൽ ഞങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല എന്ന് തോന്നുന്ന സ്ഥലത്ത് BJPയുടെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് വോട്ട് വാങ്ങിച്ചിട്ടും ഇനി BJP സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ അങ്ങോട്ട് വോട്ട് കൊടുത്തിട്ടും ഞങ്ങൾ ഈ ഒരു CJP ബന്ധം മുന്നോട്ട് കൊണ്ടുപോകും എന്ന് വ്യക്തമാണ് ഈ പറഞ്ഞ CPM നേതാക്കൾ തന്നെ മുന്നോട്ട് വന്നിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ. അത് ആർക്കും സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. ഇനി എന്തുകൊണ്ടാണ് ഇതിൻ്റെ ബേസ്, എന്തുകൊണ്ടാണ് ഇതിൽ നമ്മൾ എന്തുകൊണ്ട് നില ഉറപ്പിക്കുന്നത് എന്നുള്ളത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് PM ശ്രീ തന്നെ എടുക്കാം. PM ശ്രീ എന്ന പദ്ധതി എടുത്തു കഴിഞ്ഞാൽ ഈ PM ശ്രീ പദ്ധതിയുടെ അല്ലെങ്കിൽ അവിടെ നിന്ന് വന്നൊരു ലെറ്റർ സൈൻ ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മാത്രമല്ല അതിൻ്റെ സ്കോപ്പ് ഓഫ് MOU, അതായത് ഈ പറഞ്ഞ MOUയുടെ സ്കോപ്പ് എന്താണ്, അതിലെന്താണോ എഴുതി വെച്ചിട്ടുള്ളത് എന്നറിയാണ്ടൊന്നുമല്ല ആരും ഒരു സിഗ്നേച്ചറും അല്ലെങ്കിൽ ഒരു ഇരുട്ടിലെ തലയാട്ടലൊന്നും ആരും കാണിച്ചതൊന്നും അറിയാത്തത് കൊണ്ടൊന്നും അല്ല എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അത് ബിനോവിഷ്യം തന്നെ പച്ചക്ക് വന്ന് നമ്മുടെ എല്ലാവരും മുമ്പിലോട്ടും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഇരുട്ടിലിടുള്ള ഒപ്പാണ് അല്ലെങ്കിൽ ഇരുട്ടത്തുള്ള ഒപ്പിടലാണ് ഇതൊക്കെ എന്ന് പുള്ളിയാണ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. കാരണം നമ്മൾ ഒരു ഗുജറാത്ത് മോഡൽ നിങ്ങൾ എടുക്കുക. ഗുജറാത്ത് എടുത്തു കഴിഞ്ഞാൽ ഗുജറാത്തിൽ 10-30 വർഷമായിട്ട് BJP ഭരിക്കുന്നത്. ഈ 30 വർഷത്തിനിടയ്ക്ക് ഗുജറാത്തിൽ നടത്തിയിട്ടുള്ള പാഠ്യപദ്ധതികളിൽ വരുത്തിയിട്ടുള്ള ചേഞ്ചസുകളെ പറ്റി നിങ്ങൾക്ക് നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കുറേ ഇതുണ്ട്, കുറേ സ്ഥലത്ത് അതിൻ്റെ റൈറ്റപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതായത് RSSന്റെ ഏറ്റവും ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കണമെങ്കിൽ RSS എന്തോ ആണെന്നുള്ള തോന്നൽ വേണം. ഈ തോന്നൽ വരണമെങ്കിൽ ഒരു ചരിത്ര പ്രാധാന്യമില്ലാത്ത RSS സ്വാതന്ത്ര്യ സമരത്തിൽ പോലും തിരിഞ്ഞു നടന്നിട്ടുള്ള RSSന് ചരിത്രം ആദ്യം ഉണ്ടാക്കണം. അത് ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ നാട്ടിലെ പിള്ളേരുടെ ചെറിയ കുട്ടികളുടെ മനസ്സിലോട്ടാണ് ആദ്യം അത് കൊണ്ടുവരേണ്ടത്. നമ്മളൊക്കെ പഠിച്ചു വളർന്നത് യഥാർത്ഥ ഹിസ്റ്ററി എന്താണ് നമ്മൾ പഠിച്ചു വളർന്നിട്ടാണ് നമ്മളൊക്കെ അങ്ങോട്ട് എത്തിയിട്ടുള്ളത്. നമ്മുടെ പൂർവികരും അവരുടെ മുമ്പുള്ള ആളുകൾ എങ്ങനെ ജീവിച്ചു, എങ്ങനെയാണ് ഇന്ത്യ ഉണ്ടായത്, ഇന്ത്യ ഭരിച്ചത് ആരൊക്കെയായിരുന്നു, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എപ്പം കിട്ടി, എല്ലാ ഡീറ്റെയിൽസ് നമുക്കറിയാം. പക്ഷേ ഗുജറാത്തിൽ ഇപ്പം വളർന്നു വരുന്ന തലമുറയ്ക്ക്
കൊടുക്കുന്നത് ഏറ്റവും വലുത് RSS ആണ്. RSSന്റെ നേതാക്കളാണ് എല്ലാം ഇന്ത്യക്ക് വേണ്ടി ചെയ്തത്. ഇവരില്ലെങ്കിൽ ഇന്ത്യ ഉണ്ടായിരുന്നില്ല. മറ്റ് ചരിത്രങ്ങളെല്ലാം ഫേക്കാണ്, അല്ലെങ്കിൽ മറ്റ് ചരിത്രങ്ങളിൽ ബാക്കിയുള്ള സ്വാതന്ത്ര്യ സമരത്തിൽ പോരാടിയിട്ടുള്ള ആൾക്കാരൊക്കെ പിന്നിലും RSS നേതാക്കൾ മുമ്പിലും ആണെന്നുള്ള രീതിയിലാണ് അവിടുത്തെ പല പാഠ്യപദ്ധതികളിലും വരുത്തിയിട്ടുള്ള ചേഞ്ചസുകൾ. ഒരുപാട് മുഗൾ ഭരണാധികാരികളുടെ പേരും അവരുടെ ചരിത്രവും മായ്ക്കപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ 30 വർഷത്തിൻ്റെ ഇടയ്ക്ക്. അതുകൊണ്ട് തന്നെ അവിടെ വളർന്നു വരുന്നതെല്ലാം നല്ല ഒന്നാം തരം നല്ല 916 സംഘി കുഞ്ഞുങ്ങളായി മാറുന്നുണ്ട്. അപ്പം RSS ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷനാണ്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നല്ലത് കൊടുക്കുക എന്നല്ല, ചെറിയ പിള്ളേരെ എടുത്തുനിന്ന് തലയിലോട്ട് ഇല്ലാത്തത് കുത്തിക്കയറ്റി ഞങ്ങളാണെന്തോ എന്നൊക്കെ തോന്നിക്കുന്ന രീതിയിൽ നമ്മളെ കുനാൽ കമ്ര ഇന്നലത്തെ RSSന്റെ അല്ലെങ്കിൽ PSSന്റെ മേൽ മൂത്രം വെച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, എന്തിട്ട് കഴിഞ്ഞാൽ അതിനെ എതിർക്കുന്ന ഒരു സംഘശക്തിനെ നമ്മൾ ചെറുപ്പം മുതലേ വാർത്തെടുത്ത് കൊണ്ടുവരണം. അതാണ് RSSന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഈ ഒരു പദ്ധതി, ഈ PM ശ്രീ പദ്ധതിയിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, അതിൻ്റെ MOU എടുത്ത് നോക്കുകയാണെങ്കിൽ, ഈ ഒരു എന്താ പറയുക, അവരുടെ ഒരു ഹിന്ദുവൽക്കരണം അല്ലെങ്കിൽ ഒരു RSS വൽക്കരണം ഈ പറഞ്ഞ സ്കൂളുകൾ മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ BJPക്ക് ഈ ഗുജറാത്ത് പോലെ നമ്മുടെ ഇന്ത്യനെ മൊത്തമാക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പദ്ധതിയുടെ തുടക്കം മാത്രമാണ് PM ശ്രീ. അപ്പോൾ ഈ PM ശ്രീയിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖല കണ്ണടച്ച് അതിന് ഒരു സമ്മതം മൂളിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ ഉള്ളിലുള്ള ഒരു CJP ബന്ധം, അതല്ലെങ്കിൽ മോദി പിണറായി വിജയൻ ബന്ധം, അതല്ലെങ്കിൽ അമിത്ഷാ പിണറായി വിജയന്റെ ബന്ധത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഈ ഇരട്ട ചങ്കിന്റെ ഒരു ചങ്കാണ് ഞാനിപ്പോൾ പറഞ്ഞത്, കേന്ദ്രത്തിൽ ഈ ചങ്ക്. അപ്പൊ ഈ ചങ്ക് നമുക്ക് തന്നെ അറിയാം, പല പ്രാവശ്യങ്ങളായിട്ട് എത്രയോ കൂടിക്കാഴ്ചകൾ അമിത്ഷാ നമ്മുടെ, അതുപോലെ തന്നെ പിണറായി വിജയൻ കൂടിക്കാഴ്ചകൾ ഇടക്കിടക്ക് നടന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒക്കെ പിന്നിലുള്ള സത്യാവസ്ഥ എന്താണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യം കോൺഗ്രസ് വരുന്നോ അല്ലെങ്കിൽ കമ്മ്യൂണിസം വരുന്നോ എന്നുള്ളതല്ല, മറ്റ് ഈ പറഞ്ഞ ഈ രാമരാജ്യം ആക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുടെ കയ്യിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ രാജ്യം കുട്ടിച്ചോറാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരു സമയം കഴിഞ്ഞാൽ ഏറ്റവും വൃത്തികെട്ട ലോകത്തിലെ ഏറ്റവും വലിയ അപരിഷ്കൃതരായിട്ടുള്ള കുറെ മൂട്ടന്മാരായിട്ടുള്ള കുറെ അന്ധവിശ്വാസം, അന്ധഭക്തിയും കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരുടെ രാജ്യമായിട്ട് നമ്മുടെ രാജ്യം മാറും. അങ്ങോട്ട് എത്തിക്കാണ്ടിരിക്കാൻ നമ്മൾ ഏത് രീതിയിലെങ്കിലും എങ്ങനെയെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റൂ. അപ്പോൾ അത് നമ്മുടെ കേരളത്തിൽ തന്നെ അതിനുള്ള ഏറ്റവും വലിയൊരു ഭരണ സപ്പോർട്ട് തന്നെ അതിലുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഞാൻ ഇത് പറയാനുള്ള കാരണം പലതാണ്. ഇപ്പോൾ PM ശ്രീയുടെ കാര്യം ഞാനിത് പറഞ്ഞു. ഈ ഒരു അവരുടെ ഒരു ബേസ് എന്താണോ, അവരുടെ ഉദ്ദേശം, അതിന് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി എന്തുകൊണ്ട് ആ ഒരു സപ്പോർട്ടിലോട്ട് എത്തി എന്നുള്ളതിൻ്റെ ഒരു സത്യാവസ്ഥ. മലക്കമറസിൽ എപ്പോഴും പുള്ളി മറയാറുണ്ട്, അത് നമ്മൾ നോക്കണ്ട. അതാണ് അതിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യം. ഇനി അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പോലും നമ്മുടെ പിണറായി വിജയന്റെ കുടുംബത്തിനെ തന്നെ നിങ്ങൾ ഇങ്ങെടുത്തോ, മകളാണെങ്കിലും മകനാണെങ്കിലും മരുമകനാണെങ്കിലും വിധേയപ്പെട്ട് നിന്നിട്ടില്ലെങ്കിൽ ഏതോ സമയത്ത് ഈ പറഞ്ഞ EDയോ NIAയോ പൊക്കിക്കൊണ്ട് പോകേണ്ട ആൾക്കാരല്ലേ. നമുക്കറിയാം, പിണറായി വിജയന്റെ മകന്റെ കേസ് 2023 കള്ളപ്പണം വെളുപ്പിക്കൽ, ലൈഫ് മിഷൻ കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് എല്ലാവർക്കും അറിയാം. EDയുടെ സൈഡിൽ നിന്ന് നോട്ടീസ് കിട്ടി, ഹാജരാവണം എന്ന് നോട്ടീസ് കിട്ടിയിട്ട് പോലും ഹാജരായിട്ടില്ല. ഇപ്പോഴും ഒരു കുഴപ്പമില്ല, ഒരു തരത്തിലുള്ള മുന്നോട്ടുള്ള നീക്കങ്ങളും ED ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് നമ്മൾ ചിന്തിച്ച് നോക്ക് നിങ്ങൾ. ഒരു സിനിമ എടുത്തപ്പോഴേക്കും പൃഥ്വിരാജിനെ വീട്ടിലും, പൃഥ്വിരാജിന്റെ അതുപോലെ ഗോകുലം ഗോപാലന്റെ വീട്ടിലും നമ്മുടെ EDയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടേഴ്സും അതുപോലെ NIAയും ആദായ നികുതിയും ഒക്കെ കയറി ഇറങ്ങി പോകുന്നത് നമ്മൾ കണ്ടു അല്ലേ. അതൊരു സിനിമ എടുത്ത് എന്നുള്ള ഒറ്റ പേരിൽ ആ സിനിമയുടെ അടുത്ത് RSSനെ മോശമായിട്ട് കാണിച്ചു, അല്ലെങ്കിൽ മോദിജിനെ മോശമായിട്ട് കാണിച്ചു. എത്ര പെട്ടെന്നായിരുന്നു എത്തിയിരുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ ഇത്രയും വലിയൊരു എന്താ പറയുക, കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ എന്തുകൊണ്ടാണ് പിണറായി വിജയന്റെ വീട്ടിലോട്ട് അല്ലെങ്കിൽ മകനെ ഇതുവരെ EDക്ക് വിളിപ്പിക്കാൻ തോന്നാഞ്ഞത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇതിന്റെ മന്ദഗതി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ ഒരു വലിയ ബന്ധം, ഒരു അഗാധമായ ബന്ധം നമ്മുടെ ഹോം മിനിസ്ട്രി, അങ്ങ് കേന്ദ്രത്തിൽ നിന്നുള്ള ഹോം മിനിസ്ട്രി, നമ്മുടെ ഗൃഹമന്ത്രിയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ആഭ്യന്തരമന്ത്രിയും അല്ലെങ്കിൽ പിണറായി വിജയനും തമ്മിൽ ഒരു വല്ലാത്തൊരു ബന്ധം അതിൻ്റെ ഉള്ളിലുണ്ട്. ഇനി മകളുടെ കേസ് നിങ്ങൾ എടുത്തോ. നമ്മൾ പണ്ട് എക്സൽ വിറ്റും വേഡ് വിറ്റും ഉണ്ടാക്കിയ കോടികളുടെ കണക്കുകൾ ഇപ്പോഴും അന്വേഷണം നടക്കുന്നുണ്ട്, എവിടെ എത്തുന്നില്ല. അതിൻ്റെ മന്ദഗതിയുടെ ഒരു ഉള്ളടക്കം എന്താ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഓരോ കേസുകളും നമ്മുടെ ഇരട്ടച്ചങ്കന്റെ കേസ് തന്നെ എന്താ ഇത്ര പ്രാവശ്യങ്ങളായിട്ടില്ലേ. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാറ്റിവെക്കപ്പെട്ട കേസുകളിൽ നമ്മുടെ ലാൽവിൻ കേസ് തന്നെ ആവാൻ ചാൻസ് ആണ്. കേസുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഒരു അവസ്ഥ, അതിൻ്റെ ഒരു ബന്ധം എത്രത്തോളം ഊഷ്മള ബന്ധമാണ് ഈ രണ്ട് ചങ്കകളുടെ ഇടയിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 100 കണക്കിൽ കേസുകൾ നമ്മുടെ മുമ്പിലോട്ട് വരും. ഇതിന് ന്യായീകരിക്കാൻ വേണ്ടി പലതരത്തിലുള്ള ക്യാപ്സ്യൂളുകളായിട്ട് പല അന്തമില്ലാത്ത സഖാക്കൾ എൻ്റെ വീഡിയോയുടെ താഴത്ത് കമൻ്റ് ഇടും, എന്നെ തെറി വിളിക്കും, കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ചിന്തിക്കണം. നമ്മളിങ്ങനെ വെച്ച് കൊടുത്ത് ഇതൊരു രാമരാജ്യമാക്കണോ എന്നുള്ളത് നിങ്ങളങ്ങ് ആലോചിച്ചാൽ മതി. എന്നിട്ട് എന്നെ തെറി വിളിക്കാനും ചീത്ത പറയാനൊക്കെ വാ. ഈ ഒരു അവിശുദ്ധ ബന്ധത്തിനെ ചോദ്യം ചെയ്തിട്ട് ഇവരുടെ കൂട്ടത്തിൽ തന്നെ സഖ്യകക്ഷികളായിട്ടുള്ള CPI പോലത്തെ ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ബിനോയ് വിശ്വം വളരെ
രൂക്ഷമായിട്ട് തന്നെ കാര്യങ്ങൾ ചോദിച്ചിട്ടും പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ അത് ഒതുക്കി തീർക്കുമായിരിക്കും എന്തെങ്കിലുമൊക്കെ കൊടുത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അത് ഒതുക്കി തീർക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ആളുകൾക്ക്, ഇവരുടെ സഖ്യകക്ഷികൾക്ക് പോലും കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു ബന്ധം ദൃഢമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന ഇലക്ഷന് നിങ്ങൾ കണ്ടോ, പല സ്ഥലങ്ങളിലും നമ്മൾ ഞെട്ടിക്കുന്ന രീതിയിൽ വോട്ട് മറയും എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ വോട്ട് മറയും അല്ലെങ്കിൽ മറച്ചിരിക്കും. CJP ബന്ധം എവിടെയൊക്കെയാണോ ഇവരുടെ കൂട്ടുകെട്ടുള്ളത് അവിടെയൊക്കെ അവർ വോട്ട് മറച്ചിരിക്കും. ഇതൊന്നും അറിയാണ്ട് നിഷ്പക്ഷരായിട്ട് വോട്ട് ചെയ്യുന്ന ആളുകളും, അതല്ല ഇവരുടെ ആദർശങ്ങൾ കണ്ടിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, കമ്മ്യൂണിസം കണ്ടിട്ട്, കമ്മ്യൂണിസത്തിന്റെ ആദർശം കണ്ടിട്ട് ഇതിന്റെ പിന്നാലെ പോയ ആളുകൾ, നിങ്ങളുടെ നേതാക്കൾ ചെയ്യുന്ന, നിങ്ങളെ പറ്റിക്കുന്ന കാര്യങ്ങളെ പറ്റി നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് കാണുന്ന സമയത്തെങ്കിലും നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി വോട്ട് ചെയ്താൽ നിങ്ങൾക്കും നിന്ന് നമുക്കും നിന്ന് കേരളം മറ്റൊരു ഉത്തരേന്ത്യ പോലെ ആക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ ഈ ഏറ്റവും ബേസിക് ആയിട്ട് മറ്റൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ എന്താ പറയുക വോട്ട് ചോരിയുടെ കാര്യം പറഞ്ഞപ്പോൾ രോക്ഷാകുലരായിട്ട് പലരും ഭയങ്കര പോസിറ്റീവ് ഒക്കെ ഇട്ട് അവസാനം ബീഹാറിൽ അതേ അവസ്ഥയിൽ തന്നെ തോൽപ്പിച്ചു. അല്ലെങ്കിൽ വോട്ട് കട്ടിട്ടും SIR എന്ന പേരിലും ബീഹാറിൽ ഈ പറഞ്ഞ ഇന്ത്യ മുന്നിനെ കട്ടി അല്ലെങ്കിൽ വെട്ടി സമയത്ത് അതിനെ സപ്പോർട്ട് ചെയ്ത് ചിരിച്ച ഈ പറഞ്ഞ നമ്മുടെ സരീനെ പോലത്തെ ഒരുപാട് നേതാക്കൾ ഈ പാർട്ടിയിലുണ്ട്. ഇവരുടെ ഉള്ളിൽ ഈ പറഞ്ഞ ഒരു ദേഷ്യം, അല്ലെങ്കിൽ ഈ കോൺഗ്രസിനോട് അല്ലെങ്കിൽ ഇന്ത്യ ബ്ലോക്കിനോടുള്ള ഒരു ദേഷ്യം അത് ഉള്ളിൽ വെച്ചിട്ടാണ് ഇവന്മാരൊക്കെ ചെയ്യുന്നത്. കാശ് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളിച്ചാടുന്ന നേതാക്കളാണ് ഇവരുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഉള്ളത്. അല്ലാണ്ട് ഈ പറഞ്ഞ കമ്മ്യൂണിസത്തിന്റെ ആദർശം മുറുക്കി പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരൊറ്റ നേതാവിനെ നിങ്ങൾക്ക് അത് കാണിച്ചു തരാൻ പറ്റില്ല. ആരും ഒരു കോർപ്പറേറ്റ് കമ്മികൾ മാത്രമാണ് ഇപ്പം ഈ കൂട്ടത്തിലുള്ള എല്ലാ നേതാക്കന്മാരും. പണ്ട് ഗർജിച്ചിരുന്ന ആളാണ് നമ്മുടെ ഇരട്ടച്ചങ്കൻ അല്ലേ. അപ്പം നമ്മുടെ ഈ ഇരട്ടച്ചങ്കന്റെ ഇപ്പോഴത്തെ ചങ്ക് സ്പ്ലിറ്റ് ആയി പോകുന്നതും, പണ്ട് മൻമോഹൻ സിംഗിന്റെ കാലത്ത് പെട്രോളിന്റെ വില കൂടുന്നു, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അന്ന് നികുതി കൂട്ടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, അതല്ലെങ്കിൽ ആ നികുതിക്കെതിരെ ഒരുപാട് സംസാരിച്ച് 2014 മുമ്പത്തെ കാര്യമായിട്ട് ഞാൻ പറയുന്നത്, ആ സമയത്ത് റോട്ടിലിറങ്ങി സമരം ചെയ്ത നമ്മുടെ ഇരട്ടച്ചങ്കനാണ്. ആ ചങ്കൻ ഇപ്പം നമ്മുടെ ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞിട്ടും നമ്മുടെ കേന്ദ്ര നികുതികളൊക്കെ അവിടെ ഉണ്ടായിട്ടും GSTയുടെ അണ്ടറിൽ ഇതുവരെ ഈ പറഞ്ഞ പെട്രോളിന് കൊണ്ടുവരാനിട്ട് പോലും നമ്മുടെ ഈ നാട്ടിൽ വന്നിട്ട് ഇപ്പോഴും 10-25 രൂപ എക്സ്ട്രാ വരുന്നത് നമ്മൾ ഇട്ടിട്ടുള്ള എന്താ പറയുക തീരുവകളും സെസ്സും, അല്ലെങ്കിൽ നമ്മൾ വായ്പ കൊടുക്കാനുള്ള വായ്പ എന്നല്ല, നമ്മുടെ ക്ഷേമ പെൻഷൻ കൊടുക്കാനുള്ള സെസ് അടക്കം നമ്മളെ ആൾക്കാരുടെ അടുത്ത് പിഴിഞ്ഞെടുത്ത് ആ കാശ് പോലും പെൻഷൻ പോലും കൊടുക്കാണ്ട് അതുവരെ കുടിശ്ശികാക്കി വെച്ചിട്ട് പല രീതിയിലോട്ട് പണം തിരിച്ചും മറച്ചും നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് എന്തിനാണോ, ഇവരുടെയൊക്കെ ടൂറിന് വേണ്ടിയിട്ടാണോ, മന്ത്രിമാരുടെ ടൂറിന് വേണ്ടിയിട്ടാണോ എന്ന് ചിന്തിച്ചു പോകണം. ഈ പറഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്നൊക്കെ പിഴിഞ്ഞെടുക്കുന്ന സെസ്സിനും ഇപ്പം ഒരു എന്താ പറയുക തലയും പാലില്ലാത്ത അവസ്ഥയാണ്. ഈ പറഞ്ഞ പൈസ ഒക്കെ ഇനി ഏത് കാലത്താണ് ഈ പറഞ്ഞ ആൾക്കാരുടെ ഒക്കെ കയ്യിലോട്ട് പൂർണ്ണമായിട്ട് എത്തുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടുന്നും പറയാൻ പറ്റൂല. നമ്മുടെ ഖജനാവ് കാലിയാണ്, നമ്മുടെ സകല സംഭവങ്ങളും കാലിയാണ്. ഇപ്പം 2014 അല്ലെങ്കിൽ 2011 മുമ്പ് നമ്മുടെ പൊതുകടം എത്രയായിരുന്നു, ആ കടത്തിന്റെ നേരെ ഡബിളിലോട്ട് 10 വർഷം കൊണ്ട് നമ്മൾ എത്തിച്ചിട്ടുണ്ടെങ്കിലും ഞാനും നീയും അടക്കം എല്ലാവരുടെയും തലയിൽ ലക്ഷങ്ങളുടെ കടം നമ്മുടെ സ്റ്റേറ്റ് കൊണ്ടുവച്ചിട്ട് തന്നിട്ടുണ്ടെങ്കിലും 10 വർഷം കൊണ്ട് അതിന്റെ വളർച്ചയുടെ ഹൈ അല്ലെങ്കിൽ നേരെ ഡബിളായിട്ട് വളർന്നു പോയിട്ടുണ്ടെങ്കിലും അതൊക്കെ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ ഇപ്പം കേരളം ഭരിക്കുന്ന ഈ സർക്കാരിന്റെ പിടിപ്പുകേട് തന്നെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യം. എങ്കിലും അന്ധതമൂത്ത അന്ധഭക്തരായിട്ടുള്ള സംഘികളെ കുറ്റം പറയുന്ന പോലെ ഭക്തരായിട്ടുള്ള കുറെ കമ്മ്യൂണിസ്റ്റുകാരും കമ്മികളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പം ഇവരൊരുമിച്ച് ചേർന്നിട്ട് എങ്ങനെങ്കിലും ഈ പറഞ്ഞ കൊങ്ങികളെ തോൽപ്പിക്കാനുള്ള പരിപാടിയാണ്. നിങ്ങൾ തോൽപ്പിക്കുന്നത് നിങ്ങളെയും കൊങ്ങികളെയും ആണെങ്കിലും കൂട്ടത്തിൽ ജയിച്ചു വന്ന് നിങ്ങളുടെയൊക്കെ തലയിൽ തന്നെ കുത്തിയിരുന്ന് ചാണമിടും അവസാനം ഈ പറഞ്ഞ സംഘികൾ എന്ന് ഓർത്താൻ നിങ്ങൾക്ക് തന്നത്.